വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മോരുകറി പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. മോരുകറി തയ്യാറാക്കാനുള്ളതിൻ്റെ ഒരു റെസിപ്പി നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് തൈര് എടുക്കാം. തൈരിനകത്തിലേക്ക് പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചെറിയ ജാറിൻ്റെ ഒരു പകുതി വരെ തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി ഉരുളിയോ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി മൂന്നും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് കൊച്ചുള്ളിയും വട്ടത്തിലരിഞ്ഞതും പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വേണമെങ്കിലും ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിനുള്ളിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള തൈരും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അത് തിളയ്ക്കുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം.